ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ആയ ഒരാളെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോണത്. ഈ കഴിഞ്ഞ ഡിസംബർ 4-ന് എൻ്റെ ഏറ്റവും ചെറിയ താത്താൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. ഇത്തവണത്തെ ഓളെ ബർത്ത്ഡേക്ക് ഓളെ എന്തായാലും നല്ലോണം ഒന്ന് സർപ്രൈസ് ചെയ്യിക്കണമെന്ന് ഞാനൊരു 2-3 മാസം മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ 2 മാസമായിട്ട് നല്ല വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ തിരക്കിൽ പെട്ടിട്ട് ഈ പറഞ്ഞ പ്ലാനുകളൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ബർത്ത്ഡേൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നേയൊക്കെയാണ് എനിക്കിത് ഓർമ്മ വരുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്നാണെങ്കിലും കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ തട്ടിക്കൂട്ടിയ കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ്സാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത്. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണെങ്കിലും എൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരാളെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളും ഭയങ്കര എനിമീസായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇമ്മ എന്നെ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ തന്നെ ഞാനും ഇവളും ഒഫീഷ്യലി ശത്രുക്കളാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഉമ്മമാർ പ്രഗ്നൻ്റ് ആകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കുട്ടികളോട് ഇങ്ങനെ പറയൂലേ, ഇനി പുതിയ ബേബി വന്നാൽ എന്നെ വേണ്ടി വരില്ല, എന്നെ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയില്ലേ. അങ്ങനെ ഇതേപോലെ ഇവളോടും ഞങ്ങളടുത്തുള്ള ആൾക്കാരും അങ്ങനെ റിലേറ്റീവ്സ് ആരൊക്കെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള സമയത്താണ് ഞാൻ ഉണ്ടാവണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവളെ മനസ്സിലേക്ക് വന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കൊന്നും കിട്ടൂല, ഇവളെ സന്തോഷങ്ങളൊക്കെ പോകുമെന്നാണ് ഇവൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായത് കേട്ടോ. പണ്ട് മുതലേ വായനയാണ് കേട്ടോ ഇവളെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അതിപ്പോൾ നോവലോ കഥയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവണമെന്നില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ അടിച്ചോരിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മുറ്റത്തു നിന്നൊക്കെ ഒരു പേപ്പറിൻ്റെ പീസൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടൂലേ, അതുവരെ വായിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. അന്നൊന്നും ഞങ്ങളെ വീട്ടിൽ അങ്ങനെ പത്രമൊന്നും വാങ്ങലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ അടുത്ത വീട്ടിൽ പോയിട്ട്, അടുത്ത വീട് എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് നല്ലോണം പോകണം കേട്ടോ, അവിടെ പോയിട്ട് ഇവൾക്ക് പത്രം കൊണ്ടുവന്ന് കൊടുക്കണം. എനിക്കാണെങ്കിൽ പത്രം കാണുന്നതേ ദേഷ്യമാണ്. അത് മാത്രമല്ല സ്കൂൾ വിട്ട് വന്നാൽ എനിക്ക് ആകെ കളിക്കാൻ കിട്ടുന്ന കുറച്ച് ടൈമാണ് കേട്ടോ അത്. ഇതിനിടയിലാണ് ഇവളിനെ പത്രക്കാരിയാക്കാൻ നോക്കുന്നത്. ഈ ഒരു കാരണം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും നല്ലോണം അടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ അടി കൂടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ തല്ലണ അടിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. തല്ലൊക്കെ നടന്നാൽ പിന്നെ ഇടപെടും, അത് പിന്നെ വലിയ പ്രശ്നമാവും. ഞങ്ങൾ തമ്മിലുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിപ്പിക്കുക. അതിൽ തന്നെ ഇവക്കൊരു പ്രത്യേക നോട്ടമുണ്ട് കേട്ടോ. ആ നോട്ടം കണ്ടാൽ പിന്നെ നമുക്ക് അടിയും വേണ്ട വഴക്കും വേണ്ട ഒന്നും വേണ്ടിയല്ല, നമ്മളിങ്ങനെ നിന്നോടത്ത് നിന്നാണ് ഇങ്ങനെ ഉരുക്കി പോട്ടോ. അങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവളെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് എതിർക്കാനൊന്നും പറ്റൂല കേട്ടോ. കാരണം കുടുംബത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഇവൾക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ആളെ നല്ലൊരു BBC തന്നെ കേട്ടോ. എന്താ പറയുക, നാട്ടിലുള്ള എല്ലാവരും വിശേഷം അവൾക്കറിയാം. പക്ഷെ എന്നാൽ കണ്ടാലോ നല്ല അടക്കവും ഒതുക്കമൊക്കെ ഉള്ളൊരു കുട്ടി, ആരോടും വല്ലാതെ സംസാരിക്കൊന്നുമില്ല, അങ്ങനെ നല്ല അച്ചടക്കമുള്ളൊരു കുട്ടി. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ആരോടും വലിയൊരു അടുപ്പത്തിനൊന്നും പോവില്ല. ഞാൻ എൻ്റെതായ ഇപ്പോഴത്തെ പോലെ തന്നെ കുറേ കുത്തിവര വെട്ടിപ്പരത്തുക തന്നെയായിരുന്നു അന്നും എൻ്റെ ഹോബീസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും അത്രക്ക് ഫേവറേറ്റോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ കൂടുതലും ഈ ഫാൻ ബേസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാനും ആൾക്കാർ കൂടുതലുണ്ടാവും. അങ്ങനെ കൊണ്ടും കൊടുത്തും ഞങ്ങളിങ്ങനെ നല്ല അംഗം വെട്ടി പോണതിൻ്റെ ഇടയിൽ ഇവൾ ഏകദേശം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി കേട്ടോ. ഓള് കല്യാണം കഴിച്ച് പോവുക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം എനിക്കായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ജയിലിൽ നിന്നൊക്കെ വിടാൻ നിൽക്കുന്ന ജയിൽ പുള്ളികളൊക്കെ ഒരവസ്ഥ ഉണ്ടല്ലോ, അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഓള് ഈ വീട് വിട്ട് പോയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നത് ഈ ഒരാളെ നിന്ന്. കാരണം പണ്ട് മുതലേ എനിക്കങ്ങനെ ആരോടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും ഉള്ളൊരു ടൈപ്പല്ല ഞാനിങ്ങനെ എൻ്റെതായ ഒരു ലോകത്ത് അവിടെ എവിടെ എവിടെയാണെങ്കിലും എൻ്റെതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലിരിക്കുക എന്നുള്ളൊരു കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു കേട്ടോ ഞാൻ. കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് മുതലാണ് ഞങ്ങൾ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്.
പണ്ട് മുതലേ ഇവൾക്ക് ഈ വീട്ടിലൊക്കെ ചെറിയൊരു ലൈബ്രറിയൊക്കെ ഉണ്ടാവുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ഇവൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വർഷാവസാനം എക്സാം കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് ഈ ആക്രിക്കാരൻ വരുമല്ലോ, ഈ കടലാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനും ബുക്കൊക്കെ. അപ്പോൾ ഇമ്മ ഇതൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കും, പക്ഷേ ഇവളിതിനൊന്നും സമ്മതിക്കൂല കേട്ടോ. എന്നിട്ട് ഞങ്ങളൊക്കെ ബുക്കൊക്കെ ഈ ടെക്സ്റ്റും നോട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ആകെ ഒരു കുഞ്ഞു വീടാണ്. അതിൻ്റെ ഹാളിൽ ഒരു 2 തട്ടുള്ള ചെറിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷെൽഫിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ചെരിച്ച് ചെരിച്ച് അടുക്കി വെക്കും. ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ എനിക്ക് ചിരി വരും കേട്ടോ. കാരണം എന്താ ഇപ്പോൾ ഇത് നേരെ വെച്ചാൽ, സാധാരണ നമ്മൾ ബുക്കൊക്കെ ടേബിളിൽ അടുക്കി വെക്കുക ഇങ്ങനെ സാധാ അട്ടിക്കട്ടിക്കാണല്ലോ. പക്ഷേ ഇവളിത് ഇങ്ങനെ ചെരിച്ച് ചെരിച്ചാണ് വെക്കുക. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലൈബ്രറിയിലൊക്കെ എങ്ങനെയാണ് ബുക്ക് വെക്കുക, അതാണ് ഇവളിങ്ങനെ വെക്കണമെന്ന്. അങ്ങനെ അന്നേ ഒരു പുസ്തകങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ വായിക്കുക, അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു കേട്ടോ ഇവൾ. ഇപ്പോഴും ഇവൾക്ക് ഈ ഒരു ഹോബി ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവളെ വീട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ബുക്സൊക്കെ വാങ്ങിയിട്ട് ഇവളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബർത്ത്ഡേൻ്റെ പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വന്നത് കുറച്ച് ബുക്കുകൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നല്ല കുറച്ച് ബുക്സുകൾ സെലക്റ്റീവായിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കണം എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം അത് ഓർത്തു പിന്നെ വിട്ടുപോയി, പിന്നെ പെട്ടെന്നാണിത് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സെർച്ച് ചെയ്യാനൊന്നുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് വാങ്ങിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ജേർണലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് വരുന്ന ഒരു സാധനമാണ് ഇതിലേറ്റവും ഹൈലൈറ്റ്. അത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിന് ഇതാണോ ഇത് സംഭവം എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ ഞാൻ ഈ കൊടുത്ത ഗിഫ്റ്റിൽ ഓൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേനയായിരുന്നു കേട്ടോ. ഈ പേനൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇവൾ ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ ഇവളെ കയ്യിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ മുതൽ ഒക്കെ ഇവൾ ഈ ഒരു ടെക്നോട്ടിപ്പിൻ്റെ പേനയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് പേനയ്ക്ക് 8 രൂപയാണ്, 4 രൂപേൻ്റെ ഫില്ലറാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവൾ ഈ ഫില്ലർ ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു പേന ഞാൻ കുറേ തപ്പിട്ടോ, കാരണം ഇത് ഈ ടെക്നോട്ടിപ്പാണ് ഇതിൻ്റെ പേര് എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ ആലോചിച്ച് നോക്കി, ChatGPT ചോദിച്ചു, കുറേ ചോദിച്ചു. പക്ഷേ എന്തായാലും ഇതിലേക്ക് വരാനുള്ള ഒരു സൂചന എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ സ്റ്റേഷനറി കടകളിൽ പോകുമ്പോഴും ഇങ്ങനെ നോക്കും, പേനൻ്റെ കളക്ഷനിൽ പോയി നോക്കും ആ പേന ഉണ്ടോ. ഇതിൻ്റെ ഈ ഒരു പേനൻ്റെ മുഖച്ചായ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ ഇതിൻ്റെ സെല്ലോ ആണെന്നറിയാം. പക്ഷേ ബാക്കി ഇതിൻ്റെ ഈ ടെക്നോട്ടിപ്പ് എന്നുള്ള നെയിം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു 4 ഷോപ്പിൽ കയറിറങ്ങി. പിന്നെ ഒരു വെറുതെ ബുക്ക് നോക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു പേന കിട്ടിയത് കേട്ടോ. അങ്ങനെ ഈ ഒരു ഹാമ്പർ ഞാൻ കുറച്ച് ബുക്സും ജേർണലും പേനയും പിന്നെ കുറച്ച് ബുക്ക് മാർക്സും ഒക്കെ വെച്ച് പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ലുക്കാക്കിയിട്ട് ഫിനിഷ് ചെയ്തു. അതിന് ശേഷം പിന്നെ കേക്ക് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും ഇവളൊരു പുസ്തകപ്പുഴല്ലേ, അപ്പോൾ പിന്നെ ഇവൾക്ക് ഈ പുസ്തകത്തിൻ്റെ തീമിലുള്ള ഒരു കേക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ചെയ്തു വെച്ചു കേട്ടോ. എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ താത്താൻ്റെ മോളും ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ ഓളെയും വിളിച്ചു. അങ്ങനെ നല്ല വൈബിലൊക്കെ ഞങ്ങൾ പോയിട്ടോ. അവിടെ ചെന്നു. ഞങ്ങൾ ചെന്നത് തന്നെ ഒക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ടെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓൾക്ക് ഇതിലേറ്റവും കൂടുതൽ ഇമോഷണലായതൊക്കെ ഈ ഒരു പേന കണ്ടിട്ടാണ് കേട്ടോ. കാരണം ആ ഒരു പേന ഓൾക്ക് അത്ര ഇഷ്ടമായിരുന്നു, എനിക്ക് നല്ലോണം അറിയാം. ഓളിനോട് പറഞ്ഞു, ഈ ഇതൊക്കെ ഓർത്ത് വെച്ചോന്ന്. ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തന്നു കേട്ടോ. സന്തോഷം വന്നിട്ട് ഓൾ കരഞ്ഞൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സ്പെഷ്യൽ ഡേകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ ആലോചിക്കും. പക്ഷേ നമുക്കൊക്കെ പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് എക്സ്പെൻസീവായ സാധനങ്ങളാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് എപ്പോഴും ആ ആളെ എപ്പോഴും വാല്യൂ ചെയ്യുക നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുമ്പോഴാണെന്നൊക്കെ. പക്ഷേ ആ ചിന്താഗതി വെറുതെ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ വർക്കും അതായതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ആ ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അതായത് എൻ്റെ അടുത്ത് പല കസ്റ്റമേഴ്സും വരലുണ്ട്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഇന്നത് കൊടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൊടുക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഗിഫ്റ്റിൽ വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എന്തും നമ്മളെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്ത് സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതിന് ചിലപ്പോൾ നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമ്മൾ ഓരോ
മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ നൊസ്റ്റാൾജിയ അങ്ങനത്തെ സംഭവങ്ങൾ ഓർത്ത് വെക്കുക. ഓർക്ക് എന്താണോ ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഇനി എൻ്റെ ഈ ഒരു ഗിഫ്റ്റ് ഐഡിയ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയത് എന്നുള്ളത് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.